ഡിയേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് നമ്മുടെ ചാനലിലെ ബഹുഭൂരിപക്ഷം ആളുകളും പറഞ്ഞിട്ടുള്ള എല്ലാവരും ഒരുപാട് ടെൻഷൻ ആകുന്ന ഒരു പ്രഗ്നൻസി ലക്ഷണത്തിനെ പറ്റിയിട്ടാണ്ടോ. ഈ ഒരു ലക്ഷണം നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ടെൻഷൻ ആവുകയും ചെയ്യും. ഈ മാസം നിങ്ങൾക്ക് പോയി എന്ന് തന്നെ നിങ്ങൾ വിചാരിക്കുക കേട്ടോ. അപ്പോൾ ആ ലക്ഷണം എന്താണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്കും ഈ ഒരു ലക്ഷണം ഉണ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. തുടക്കത്തിൽ തന്നെ പറയട്ടെ, പ്രഗ്നന്റ് ആകുന്ന എല്ലാ സ്ത്രീകൾക്കും എല്ലാ പ്രഗ്നൻസി ലക്ഷണങ്ങളും ഉണ്ടാകണമെന്നില്ല. നമ്മുടെ ചാനലിൽ ഓൾമോസ്റ്റ് ഒരുപാട് പ്രഗ്നൻസി ലക്ഷണത്തിനെ പറ്റിയിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അത് കാണുവാനായിട്ട് നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്തിട്ട് ഏർലി പ്രഗ്നൻസി സിംറ്റംസ് എന്നൊരു പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. ഒരുപാട് പ്രഗ്നൻസി ലക്ഷണത്തിനെ പറ്റിയിട്ട് വീഡിയോസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഒരുപാട് നിങ്ങൾ കണ്ട് കൺഫ്യൂസ്ഡ് ആകാതിരിക്കുക. കാരണം ഓരോ സ്ത്രീകൾക്കും പ്രഗ്നൻസി ലക്ഷണങ്ങൾ ഡിഫറെൻ്റ് ആണ്. ഒരു സ്ത്രീക്ക് ഫസ്റ്റ് പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന ലക്ഷണമായിരിക്കില്ല സെക്കൻഡ് പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്നത് കേട്ടോ. അപ്പോൾ ലക്ഷണങ്ങൾ കാണുന്നുണ്ടോ എന്ന് മാത്രം നിങ്ങൾ നോക്കുക. കാണുന്നില്ലെങ്കിലും കാണുന്നുണ്ടെങ്കിലും നിങ്ങൾ ബോഡി ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് കെയർ ചെയ്യുക. ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം ബോഡി കെയർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കൽ കോൺടാക്ട് ചെയ്യാതിരിക്കുക, ധാരാളം വെള്ളം കുടിക്കുക, എത്രത്തോളം വെള്ളം കുടിക്കാൻ പറ്റുമോ അത്രത്തോളം വെള്ളം കുടിക്കുക, മൈൽഡ് ആക്ട് എക്സസൈസുകൾ ചെയ്യുക, ജോലി ചെയ്യുന്ന സമയത്ത് ശരീരത്തിന് കെയർ കൊടുക്കുക, ഒരുപാട് കുമ്പിട്ട് നിവർന്നുള്ള ജോലികൾ ചെയ്യാതിരിക്കുക, ഔട്ട്സൈഡ് ഫുഡ് അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ വീട്ടിൽ കുക്ക് ചെയ്തിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കഴിക്കുക കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് പ്രഗ്നൻസി സപ്പോർട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഇനി ഞാൻ ഈ പറയുന്നത് എന്താണ് വിഷയമെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇവിടെ സംസാരിക്കാനായിട്ട് പോകുന്നത് പീരിയഡ്സ് ആകാൻ പോകുന്നത് പോലുള്ള ഒരു വേദന ഉണ്ടാകുന്ന തരത്തിലുള്ള പ്രഗ്നൻസി ലക്ഷണം. അതായത് നമുക്ക് പീരിയഡ്സ് വന്ന് നിൽക്കുന്നത് പോലുള്ള ഒരു വേദന നമുക്ക് അനുഭവപ്പെടുക. പ്രഗ്നന്റ് ആയിട്ടുള്ള പല സ്ത്രീകൾക്കും ഈ ഒരു വേദന അനുഭവപ്പെടുന്നുണ്ട് കേട്ടോ. നമ്മുടെ ചാനലിൽ തന്നെ ഒരു ദിവസം ഒരുപാട് പേര് പറയുന്നുണ്ട്, ചേച്ചി പീരിയഡ്സ് ആകാൻ പോകുന്നത് പോലുള്ള ഒരു വേദന വരുന്നുണ്ട്, ഈ മാസവും എനിക്ക് നഷ്ടമായി പോയി എന്ന് വിചാരിക്കുന്നു എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു വേദന ഉണ്ടാകുന്നത് എന്ന് നമുക്ക് നോക്കാം കേട്ടോ. പീരിയഡ്സ് ആകുന്നതിന് മുൻപാണെങ്കിലും നമ്മുടെ മസിൽസ് ഒക്കെ ഒന്ന് കോൺട്രാക്ഷൻസ് സംഭവിച്ചിട്ടാണ് നമുക്ക് പീരിയഡ്സ് ആകുന്നത്. ഇനി നമുക്ക് പ്രഗ്നൻസി ആണ് ആകുന്നതെങ്കിൽ നമ്മുടെ മസിൽസ് ഒക്കെ ഒന്ന് സ്ട്രെച്ച് ആകുന്നുണ്ട്. സ്ട്രെച്ച് ആകാനായിട്ടുള്ള കാരണമെന്ന് പറയുന്നത് നമ്മുടെ യൂട്രസ് അതുവരെ നിൽക്കുന്ന ഒരു സ്ഥിതിയിൽ നിന്നും അതൊന്ന് എക്സ്പാൻഡ് ആവാനായിട്ട് തുടങ്ങും. ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്തും നമുക്ക് ഇതുപോലുള്ള ക്രാംസ് അനുഭവപ്പെടും. കാരണം നമ്മുടെ ആ ഇംപ്ലാന്റേഷൻ നടക്കുന്ന എൻഡോമെട്രിയൽ ലൈനിങ്ങിൽ നിന്ന് ഒരു പൊസിഷൻ ഉണ്ടാക്കിയിട്ടാണ് നമ്മുടെ ആ ഫെർട്ടിലൈസ്ഡ് എഗ് അവിടെ അറ്റാച്ച് ആവുന്നത്. ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പോഴേക്കും നമുക്ക് അവിടെ ചെറുതായിട്ട് വേദന ഉണ്ടാക്കും. അതുപോലെ തന്നെ നമുക്ക് പീരിയഡ്സ് അടുക്കുന്ന സമയം എന്ന് പറയുന്നത് നമ്മുടെ അണ്ടം അല്ലെ ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ് ഒന്ന് ഗ്രോ ആയി തുടങ്ങുന്ന സമയമാണ്. ഈ സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മസിൽസ് ഒക്കെ ഒന്ന് വികസിക്കാനായിട്ട് തുടങ്ങും. നമ്മളുടെ ശരീരത്തിൽ റിലാക്സിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ പുറപ്പെടുവിപ്പിക്കാനായിട്ട് തുടങ്ങും. റിലാക്സിൻ ഹോർമോൺ ശരീരത്തിൽ കൂടുമ്പോഴേക്കും അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ മസിൽസിലും ജോയിന്റ്സിലും ലിഗമെന്റ്സിലും ഒക്കെ വേദന അനുഭവപ്പെടും. ഇതൊന്നിങ്ങനെ എക്സ്പാൻഡ് ആയി വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു എംബ്രിയോയ്ക്ക് അവിടെ വളരാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരിക്കലും യൂട്രസിന് പെട്ടെന്ന് അങ്ങോട്ട് ഗ്രോ ആകാനായിട്ട് സാധിക്കില്ല. അത് ഗ്രോ ആകാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള അതിന് ചുറ്റുമുള്ള മസിൽസ് ഒക്കെ ഒന്ന് സ്ട്രെച്ച് ആകണം, അതായത് ഒന്ന് വലിയണം. ഇതൊന്ന് വലിയണമെങ്കിൽ നമ്മുടെ ആ ഒരു സ്ഥിതിയിൽ നിൽക്കുന്ന ആ മസിൽസും ലിഗമെന്റ്സും ഒക്കെ ഒന്ന് സ്ട്രെച്ച് ആകണമെങ്കിൽ നമുക്ക് അവിടെ വേദന അനുഭവപ്പെടൂലേ. ഈ വേദന ഉണ്ടാകുന്നതിന്റെ ഭാഗമായിട്ടാണ് പലർക്കും തന്നെ പീരിയഡ്സ് ആകാൻ പോകുന്നത് പോലുള്ളൊരു ബുദ്ധിമുട്ട് ആ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ അനുഭവപ്പെടുന്നത് കേട്ടോ. ഇനി ഈ വേദനയുടെ ദൈർഘ്യം എത്രത്തോളം ഉണ്ടാകുന്നതെന്നും ഡെപ്ത് എത്രത്തോളം ഉണ്ടാകുമെന്നും നമുക്ക് നോക്കാം. ഈ പീരിയഡ്സ് ആകാൻ പോകുന്നത് പോലെ നമുക്കുണ്ടാവുന്ന പ്രഗ്നൻസിയുടെ ആ ഒരു ലക്ഷണം ഒരിക്കലും നമുക്കുണ്ടാകുന്ന ഹെവി ആയിട്ടുള്ള ബ്ലീഡിംഗ് ആയിരിക്കില്ല. ഹെവി ആയിട്ടുള്ള ക്രാംസ് ആയിരിക്കില്ല. നമുക്ക് പീരിയഡ്സിന്റെ ആ ഒരു ചെറിയൊരു ബ്ലീഡിംഗ് തുടങ്ങുന്ന ഒരു സമയം ഉണ്ടാവുമല്ലോ. ഈ ബ്ലീഡിംഗ് തുടങ്ങുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന വളരെ ചെറിയൊരു വേദനയായിരിക്കും പ്രഗ്നൻസി ആവുന്ന സമയത്ത് ഒരു സ്ത്രീക്ക് ഉണ്ടാവുന്നത്. അതല്ലാതെ നമുക്ക് പീരിയഡ്സിന്റെ സെക്കൻഡ് ഡേയോ അല്ലെങ്കിൽ ഓവർ ബ്ലീഡിംഗ് ഉണ്ടാകുന്ന ദിവസമോ അനുഭവപ്പെടുന്ന തരത്തിലുള്ള സഹിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു വേദനയായിരിക്കില്ല പ്രഗ്നൻസി ആകുന്ന ഒരു സ്ത്രീക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഉണ്ടാകുന്നത് കേട്ടോ. അത് നിങ്ങൾ ഏറ്റവും ആദ്യം തന്നെ മനസ്സിലാക്കുക. രണ്ടാമതായിട്ട് പീരിയഡ്സിന്റെ ബ്ലഡ് എവിടെയോ വന്ന് കെട്ടി നിൽക്കുന്നത് പോലുള്ളൊരു ബുദ്ധിമുട്ടും ഇറിറ്റേഷനും ഒക്കെ ആയിരിക്കും എപ്പോഴും പ്രഗ്നന്റ് ആകുന്ന ഒരു സ്ത്രീക്ക് സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ ഉണ്ടാവുന്നത് കേട്ടോ. എൻ്റെ ആദ്യത്തെ പ്രഗ്നൻസിയുടെ സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായ ഒരു ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. കാരണം എനിക്കറിയില്ല ഈ ഒരു വേദന എനിക്ക് വരുന്നത് പ്രഗ്നന്റ് ആയതുകൊണ്ടാണെന്ന്. കാരണം അതിനെപ്പറ്റി ഒരു നോളജും ആ സമയത്തില്ല. പീരിയഡ്സിലെ ബ്ലഡ് എവിടെയോ വന്ന് കെട്ടി നിൽക്കുകയാണ്, അത് ഇങ്ങോട്ട് പുറത്തേക്ക് വരുന്നില്ല. ഞാൻ അനീമിക് ആയതുകൊണ്ടാണോ എന്നൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു സിംറ്റംസ് പലർക്കും ആ ഒരു പ്രഗ്നൻസി സമയത്ത് സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ ഉണ്ടാവാറുണ്ട് കേട്ടോ.
ഈ ഒരു സമയത്ത് പലരും ചെയ്തു വെക്കുന്ന മറ്റൊരു ബ്ലണ്ടർ ഉണ്ട് കേട്ടോ. കാരണം പീരിയഡ്സ് ആകാൻ പോകുന്നത് പോലുള്ളൊരു വേദന വരുമ്പോഴേക്കും പലരും ഫെഡപ്പായി പോവുകയാണ്. മുഖത്ത് കുരുക്കൾ വരുമ്പോൾ അത് പ്രഗ്നൻസി അല്ല, പീരിയഡ്സ് ആണ് എന്ന് തെറ്റിദ്ധരിക്കുന്നവരുണ്ട്. അങ്ങനെ ഒരുപാട് ലക്ഷണങ്ങൾ, പീരിയഡ്സ് ആകാൻ പോകുന്നത് പോലുള്ള ഒരു വേദനയും കൂടി വന്നു കഴിഞ്ഞാൽ ഒരുപാട് പേര് ചിന്തിക്കും ഈ ഒരു മാസവും കൂടി നഷ്ടമായി പോയി എന്ന് തന്നെ ചിന്തിക്കും. അങ്ങനെ ചിന്തിക്കുന്നവർ പലരും ചെയ്ത് വെക്കുന്ന ഒരു മിസ്റ്റേക്കാണ് പീരിയഡ്സ് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. പീരിയഡ്സ് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഞ്ചി വെള്ളമോ അല്ലെങ്കിൽ പീരിയഡ്സ് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന എക്സസൈസുകൾ ചെയ്യുകയോ അല്ലെങ്കിൽ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ഒരു മിസ്റ്റേക്ക് ചെയ്യാനായിട്ട് പാടില്ല. കാരണം ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർ ഈസി ആയിട്ട് പ്രഗ്നൻ്റ് ആകുന്നില്ലെങ്കിൽ അവർ പ്രഗ്നൻ്റ് ആകാനായിട്ട് തടസ്സമുണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു പ്രശ്നം നിങ്ങളുടെ ശരീരത്തിലുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. ആ സമയത്ത് പീരിയഡ്സിൻ്റെ വേദന ലൈറ്റായിട്ടൊന്ന് വന്നു കഴിഞ്ഞാൽ പീരിയഡ്സ് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അതായത് നാച്ചുറലി പീരിയഡ്സ് വരുത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളോ എക്സസൈസുകളോ ഒക്കെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് പീരിയഡ്സ് വരുന്നതിന് അത് കാരണമാകും. അതുകൊണ്ട് ഒരിക്കലും ആ ഒരു ബ്ലണ്ടർ നിങ്ങൾ ചെയ്യാനായിട്ട് പാടില്ല. മുഖത്ത് കുരുക്കൾ വരുന്നതോ അല്ലെങ്കിൽ പീരിയഡ്സ് ആകാൻ പോകുന്നത് പോലെ വേദന വരുന്നതോ ഒരിക്കലും നിങ്ങളുടെ പീരിയഡ്സ് ആണ് വരാൻ പോകുന്നത് എന്നതിന്റെ ഒരു സൈൻ അല്ല. മുഖത്ത് കുരുക്കൾ ഉണ്ടായിട്ടും പീരിയഡ്സ് വരാൻ പോകുന്നത് പോലുള്ള വേദനയുണ്ടായിട്ടും പ്രഗ്നന്റ് ആകുന്ന ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെ ബ്രസ്റ്റിന് പെയിൻ പീരിയഡ്സ് ആകാൻ പോകുന്നതിനുണ്ടായിട്ടും അത് ആ ഒരു ലക്ഷണം വെച്ചിട്ട് പ്രഗ്നന്റ് ആകുന്നതുമായിട്ടുള്ള ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു അസംശയം വെച്ചിട്ട് പീരിയഡ്സ് ആണ് വരുന്നത് എന്ന് കൺക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇൻ കേസ് നമുക്ക് പീരിയഡ്സിന്റെ ദിവസം ബ്ലീഡിങ് വരുന്നുണ്ടെങ്കിലും നിങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് എക്സസ് ആയിട്ടുള്ള, അതായത് പീരിയഡ്സിന് പോകുന്നത് പോലെയുള്ള ബ്ലീഡിങ് ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കണം. ഒരുപാട് പേര് ചാനലിൽ പറയുന്നുണ്ട്, ചേച്ചി പീരിയഡ്സ് ആകുന്ന ദിവസം ലൈറ്റ് ആയിട്ട് മാത്രമേ സ്പോട്ടിംഗ് ഉണ്ടായിട്ടുള്ളൂ, അതിനുശേഷം ആ സിംറ്റംസ് ഒക്കെ കണ്ടിട്ട് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴേക്കും പോസിറ്റീവ് റിസൾട്ട് കിട്ടി എന്നുള്ള കാര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ എക്സസ് ആയിട്ട് ബ്ലീഡിംഗ് വരുന്നുണ്ടോ, പീരിയഡ്സ് പോലെ ബ്ലീഡിംഗ് വരുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അങ്ങനെ ഒരു ബ്ലീഡിംഗ് നിങ്ങൾക്ക് വരുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാനായിട്ട് ഇനിയും വഴിയുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.